തങ്കം, ഞാൻ പറഞ്ഞ കാര്യം നീ അമ്മയെടുത്ത് പോയി ചോദിച്ചില്ലേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളോട് ഞാൻ പറഞ്ഞ കാര്യം കട്ട് ചെയ്തോ? ആ തുണിയെല്ലാം കട്ട് ചെയ്ത് ഞാൻ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. തുണിയല്ല, സാമ്പാർ കഷ്ണം. സാമ്പാറൊക്കെ അത് റെഡിയായി, അത് തിളച്ച്. ഞാൻ ഉപ്പും നോക്കി. അന്ന് ഇനി അവിടെ കടിച്ചു വാരിട്ടേക്ക്. തങ്കം, തങ്കം, എന്താ നാളത്തെ തീയതി എത്രയാണെന്നറിയാമോ? എന്താ നാളത്തെ തീയതിക്ക് നിങ്ങളുടെ ബർത്ത്ഡേയാ? അതല്ല, നാളെ അമ്മയ്ക്ക് പെൻഷൻ കിട്ടുന്ന ദിവസം. അതെ, അമ്മയ്ക്ക് എല്ലാ മാസം പെൻഷൻ കിട്ടണല്ലേ? എടി, ഞാൻ പറഞ്ഞ കാര്യം നീ അമ്മയെടുത്ത് പോയി ഒന്ന് ചോദിക്കും. നിങ്ങളോട് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത് അത് നടക്കൂല 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 എന്ന്. പിന്നെയും പിന്നെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ എന്തിനാ? പിന്നെ എങ്ങനെ LIC അടയ്ക്കും? അതെന്നോട് തന്നെ ചോദിക്കും എങ്ങനെ LIC അടയ്ക്കൂന്ന്. 10,000 രൂപയാവും പോളിസി. 3,000 രൂപ എൻ്റെ കയ്യിലുണ്ട്. 5,000 രൂപ അമ്മ തരും. പിന്നെ 2,000 രൂപ വേണോടി. ഒരു കാര്യം ചെയ്യും, അമ്മയുടെ ഔദാര്യമായിട്ടൊന്നും വേണ്ട, നീ ഒരു 2,000 രൂപ കടമായിട്ട് ചോദിക്കും. വേഗം തരും. ഇത്ര നാൾ മേടിച്ചതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അമ്മ നോക്കിയിരിക്കുക കടം തരാൻ. എന്റെ പൊന്നോ, തോനെ തല്ലി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ തോന്നണ്ട എനിക്ക്. അല്ല, എനിക്കൊരു സംശയം, നീ ഹവീൽദാർ വീരഭദ്രന്റെ മോളല്ലേ? ഈ സൂചി വെച്ചിട്ടൊരു കുത്തു വന്നിട്ടുണ്ടെങ്കിലോ കണ്ണി ഞാൻ കുത്തിയെടുക്കും ഞാൻ. അനാവശ്യം പറയണോ? അനാവശ്യമൊന്നുമല്ല, എൻ്റെ അമ്മയുടെ ചില സമയത്തെ പ്രവൃത്തി കാണുമ്പോൾ അങ്ങനെയാ തോന്നണേ. എന്റെ അമ്മ എന്ത് ചെയ്തെന്നാ ഈ പറയണത് നിങ്ങള്? നിന്റെ ആങ്ങളെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ? അതിന് 10,000-40,000 രൂപ ശമ്പളം ഉണ്ടല്ലോ. നിനക്കാണെങ്കിൽ ഒരു ജോലിയില്ല, ഞാനാണെങ്കിൽ നിന്നെ സഹായിച്ച് ഇവിടെ ഇരിക്കുകയും ചെയ്യും. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ കിട്ടുന്ന പെൻഷനിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് കൂടുതലും നമുക്ക് തന്നൂടെ? മാണെന്ന് പറഞ്ഞ തീരെ ഇല്ല അല്ലേ നിങ്ങൾക്ക്? കഷ്ടം. നിങ്ങൾ എന്താ പറഞ്ഞോണ്ടിരുന്ന വെച്ചത്? നീ പൊന്നാണ്, പാലാണ്, തേനാണ്, നിന്നെ ഞാൻ രാജകുമാരി ആക്കിയിട്ട് എങ്ങാണ്ടും കൊണ്ടുവന്ന് ഇരുത്തും. ഓരോന്നും പറഞ്ഞ് എന്നെ ഇവിടെ നിന്ന് വിളിച്ചിട്ട് ഇറക്കിക്കൊണ്ട് പോയിട്ടും. വിളിച്ചിറങ്ങിക്കൊണ്ട് എങ്ങോട്ട് പോയി? ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ, നമ്മൾ അന്തസ്സായിട്ട് ജീവിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഒരു എടുത്ത് കുത്തിക്കൊല്ലാനാ തോന്നണം എനിക്ക്. കുടുംബം നടക്കണമെങ്കിൽ ഞാൻ തന്നെ മെഷീൻ ചവിട്ടണം, ഒരു പണിക്കും പോവരുത്. അത് ഇടയ്ക്ക് ഞാനത് ചവിട്ടാന്ന് പറഞ്ഞാൽ നീ സമ്മതിക്കാത്തോണ്ട്. ഇനി ഇതും കൂടി കേടാക്ക്, അപ്പൊ പട്ടിണി കിടക്കാം ഇവിടെ. മോറ്റം കൂട്. LIC എങ്ങനെ അടയ്ക്കുമെന്ന് എനിക്കറിയത്തില്ല. അതെ, നിങ്ങൾ എൻ്റെ അമ്മയുടെ പെൻഷൻ കണ്ടിട്ടാണ് ഈ LIC പോയി ചേർന്നത്. ഇവിടെ നോക്കിയേ, അവനവന് ചോദിച്ച് മേടിച്ചെടുക്കാമെങ്കിൽ മേടിച്ചോ, അല്ലാതെ ഞാൻ ചോദിച്ച് മേടിച്ച് തരുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ ചോദിക്കൂല. നിന്റെ അമ്മയെടുത്ത് ഞാൻ ചോദിക്കാൻ, എന്നിട്ട് വേണം അവരെ വായിരിക്കുന്ന മുഴുവനും ഞാൻ കേൾക്കാൻ. എന്നാ പിന്നെ നിങ്ങൾ ചോദിക്കണ്ട. ആ തള്ളയുടെ ചില സമയത്ത് വർത്താനം കേട്ടാൽ എൻ്റെ നാവ് ചൊറിഞ്ഞു വരാറുണ്ട്. അതാ പറഞ്ഞത്, നിങ്ങൾ ചോദിക്കണ്ട. ഏത് തള്ളക്ക് ചൊറിയുന്ന കാര്യമാണ് ഈ പറയുന്നത്? അമ്മേ, എൻ്റെ അമ്മയ്ക്ക് 2-3 ദിവസമായിട്ട് ദേഹം മുഴുവനും ചൊറിച്ചില്. അപ്പോൾ ഏതെങ്കിലും ഒരു നല്ല വൈദ്യനെ കാണിക്കണമെന്ന് പറയുമായിരുന്നു. കൊണ്ടുപോയി കാണിക്കും, നല്ലതാ. ഇത് എവിടെ ഈ പോകുന്നത്? എന്താണ് അമ്മ ഇങ്ങനെ മണം പിടിച്ചു വന്ന വരവാ? എന്റെ സാമ്പാറിന്റെ മണം പിടിച്ചു വന്ന വരവാ. സത്യം, ഇപ്പൊ കാശ് ചോദിച്ചാ കിട്ടും. കിട്ടും കിട്ടും കിട്ടും. നീ ചോദിക്കടി. പിന്നെ നീ ചോദിച്ചാ കിട്ടും. നീ ചോദിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് നാറ്റവും മണമൊന്നും വരുന്നില്ലേ? നാറ്റോ? നാറ്റോ? എന്ത് നാറ്റം? ഉണ്ട്. അമ്മ വന്നപ്പോഴാ മണം. ഇനി അമ്മ പറഞ്ഞോ? നല്ല കാര്യമായി പോയി. എന്റെ മുറിയിൽ എന്തോ ഒരു മണം. അവിടെ ഇരുന്നപ്പോ നാറ്റം അറിഞ്ഞാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നിന്റെ തള്ളെടുത്ത് ഞാൻ ചോദിക്കും. LIC മുടങ്ങും, ഞാൻ ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഇല്ല 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 ഇല്ല, നീ ചോദിക്കണോ? എനിക്ക് പറ്റില്ല. പോ. എന്തോന്നാടി ഒന്ന് കുശൂഷിക്കുന്നത്? അതെ അമ്മേ, ക്ലീറ്റസ് ഇന്നലെ ഒട്ടും ഉറങ്ങിയിട്ടില്ല അമ്മേ. ഭയങ്കര കരച്ചിലായിരുന്നു. എന്തിനാ? ക്ലീറ്റസ് പറയാണേ, ക്ലീറ്റസിന്റെ സ്വന്തം അമ്മ പോലും ഇതേപോലെ സ്നേഹിച്ചിട്ടില്ല എന്ന്. സത്യം അമ്മേ, അമ്മ എനിക്ക് അമ്മായി അമ്മയല്ല, എൻ്റെ സ്വന്തം അമ്മയുടെ അമ്മ. അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് ഞാൻ ഇന്നലെ എവിടെടുത്ത് പറഞ്ഞപ്പോൾ ഇവള് പറയാണ്, നാളെ അമ്മയ്ക്ക് 5,000 രൂപ പെൻഷൻ കിട്ടുമല്ലോ, അതിൽ നിന്ന് 2,000 രൂപയും കൂടെ അധികം അമ്മയെടുത്ത് ചോദിച്ചിട്ട് നമുക്ക് പോളിസി അടയ്ക്കാമെന്ന്. ഞാൻ പറഞ്ഞ അമ്മ അതൊന്നും വേണ്ട, ശരിയല്ല, ഇപ്പം തന്നെ അമ്മ നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ടെന്ന്.
ഈ 5000 തരുന്നതെന്ന് 2000 രൂപ കുറച്ചാൽ കൊള്ളാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനിപ്പോ 2000 രൂപ കുറയ്ക്കണേ? ഇതിനെന്താ? എനിക്കും 10 പൈസ കരുതി വെക്കട്ടെ. ഈ പൈസ കരുതി എന്നെ നോക്കാൻ ആര് കാണുമെന്നാ വിചാരിക്കുന്നത്? അമ്മേനെ നോക്കാൻ ഞങ്ങൾക്കില്ലേ? അയ്യോ, അമ്മയെ നോക്കുന്ന മക്കൾ, എന്റെ മക്കളെ നടക്കാത്ത കാര്യത്തിനെ കുറിച്ച് ആലോചിക്കണ്ട, നടക്കുന്ന കാര്യം വല്ലതും ആലോചിക്കാം. അച്ഛൻ കൊണ്ട് എടാ നോക്കി നിൽക്കാതെ പോടാ അങ്ങോട്ട്. എവിടെയെങ്കിലും പോയി തരേ പാടി ഇങ്ങോട്ട്. എനിക്ക് തയ്ക്കാനുണ്ട്. ആ തയ്ക്കാം, നീ ഇങ്ങോട്ട് വാ. വീടിന്റെ മുറി കൊടുത്തത് പോരെ, എന്തോരു മാറ്റം ഇത് ദൈവമേ. Alien versus Alien.